നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 15, 2026 വാർത്തകളിലേക്ക്. 15ാം കേരള നിയമസഭയുടെ 16ാമത് സമ്മേളനം ജനുവരി 20 ആരംഭിക്കുമെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ 2026-2027 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കും. ജനുവരി 20 മുതൽ മാർച്ച് 26 വരെയുള്ള ആകെ 32 ദിവസം സഭ ചേരുന്നതിനാണ് സമ്മേളന കലണ്ടർ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ളത്. ജനുവരി 22, 27, 28 തീയതികൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച നടക്കും. 2026-2027 വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരണം ജനുവരി 29 ഫെബ്രുവരി 2, 3, 4 തീയതികളിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. 5 2025-26 സാമ്പത്തിക വർഷത്തെ അവസാന ബാച്ച് ധനാഭ്യർത്ഥനകൾ, കഴിഞ്ഞ ഏതാനും സാമ്പത്തിക വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകൾ എന്നിവ പരിഗണിക്കും. ഫെബ്രുവരി 6 മുതൽ മാർച്ച് 22 വരെ സഭ ചേരില്ല. ഈ കാലയളവിൽ വിവിധ സബ്ജക്ട് കമ്മിറ്റികൾ യോഗം ചേർന്ന് ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും. 24 മുതൽ മാർച്ച് 19 വരെയുള്ള 13 ദിവസം 2026-27 വർഷത്തെ ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസ്സാക്കും. 2025-26 വർഷത്തെ അന്തിമ ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്നതും 2026-27 വർഷത്തെ ബജറ്റിനെ സംബന്ധിക്കുമായ 2 ധനവിനിയോഗ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസ്സാക്കേണ്ടതുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. സമ്മേളന കാലയളവിൽ ജനുവരി 23, ഫെബ്രുവരി 27, മാർച്ച് 13 എന്നീ ദിവസങ്ങൾ അനൗദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായി വിനിയോഗിക്കും. സർക്കാർ കാര്യങ്ങൾക്കായി നീക്കിവച്ചിട്ടുള്ള ദിവസങ്ങളിലെ നടപടി ക്രമീകരിക്കുന്നത് സംബന്ധിച്ച കാര്യോപദേശ സമിതി ചേർന്ന് പിന്നീട് തീരുമാനിക്കും. നടപടികൾ പൂർത്തീകരിച്ച് മാർച്ച് 26 സഭ പിരിയുമെന്നും സ്പീക്കർ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസ് അറസ്റ്റിൽ. പ്രത്യേക അന്വേഷണ സംഘം ആശുപത്രിയിൽ എത്തിയാണ് ചികിത്സയിലായിരുന്ന ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. CPI പ്രതിനിധിയായി ദേവസ്വം ബോർഡിലെത്തിയ ശങ്കരദാസ് സ്വർണ്ണക്കൊള്ള കേസിലെ 11ാം പ്രതിയാണ്. A. പത്മകുമാർ ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്ന സമയത്ത് ദേവസ്വം ബോർഡ് അംഗമായിരുന്നു ശങ്കരദാസ്. ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ നേരത്തെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. SP ശശിധരൻ അടക്കമുള്ള SIT സംഘവും മജിസ്ട്രേറ്റും തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ എത്തിയായിരുന്നു ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് വിവരം. അതേസമയം ICUവിൽ ചികിത്സയിലായിരുന്ന ശങ്കരദാസിനെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ആശുപത്രിയിൽ തന്നെ തുടരുമെന്നാണ് വിവരം. വ്യക്തിപരമായ കാരണങ്ങളൊന്നും വിശദീകരണം. സ്വർണ്ണ കവർച്ചാ കേസിൽ ഉൾപ്പെട്ട 3 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും അന്വേഷണ സംഘത്തെയും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം രൂക്ഷമായി വിമർശിച്ചിരുന്നു. കേസിൽ ഗൂഢാലോചന ഉണ്ടെന്നും അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെന്നും കോടതി വിമർശിച്ചിരുന്നു. തിരുവാഭരണം ചാർത്തി ദീപാരാധന തുടങ്ങിയതിന് പിന്നാലെ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞു. ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ സന്നിധാനത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് മകരജ്യോതി ദർശിച്ചത്. മകരജ്യോതി തെളിയുന്നതിന് വീക്ഷിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്തും സമീപ കേന്ദ്രങ്ങളിലുമായി തമ്പടിച്ചിരുന്നത്. തന്ത്രിയുടെ നേതൃത്വത്തിൽ തിരുവാഭരണം സ്വീകരിച്ച് നട അടച്ച ശേഷം അയ്യപ്പനെ തിരുവാഭരണ വിഭൂഷിതനായി അണിയിച്ചൊരുക്കി. ഇതിനുശേഷം നട തുറന്ന് ദീപാരാധന നടത്തിയ ശേഷമാണ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിഞ്ഞണഞ്ഞത്. പ്രാർത്ഥനാ നിർഭരമായ കൂപ്പുകൈകളുമായി നിന്ന ഭക്തർക്ക് 2 തവണ കൂടി മകരജ്യോതി ദർശിക്കാനായി. ഇതോടെ സന്നിധാനവും പരിസരവും പൂങ്കവനമൊക്കെയും ശരണംവിളികളാൽ മുഖരിതമായി. ദർശന പുണ്യം നേടി ആത്മനിർവൃതിയോടെ അയ്യപ്പന്മാർ ഇന്ന് തന്നെ മലയിറങ്ങി തുടങ്ങും. തിരക്ക് ഒഴിവാക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരുന്നത്. സന്നിധാനത്തും സമീപപ്രദേശങ്ങളിലും പുല്ലുമെട്ടിലുമായി ആയിരക്കണക്കിന് അയ്യപ്പന്മാരാണ് മകരവിളക്ക് ദർശനമായി എത്തിയത്. 2 ലക്ഷത്തിലേറെ തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയെന്നാണ് വിലയിരുത്തൽ. പൊന്നമ്പലമേട് കാണാവുന്ന സ്ഥലങ്ങളിലെല്ലാം തീർത്ഥാടകർ നിലയുറപ്പിച്ചിരുന്നു. മുൻ മന്ത്രി KM മാണിയുടെ സ്മരണ നിലനിർത്തുന്നതിനായുള്ള KM മാണി ഫൗണ്ടേഷന് നഗരത്തിൽ സ്ഥലം അനുവദിച്ചു. മന്ത്രിസഭാ യോഗം. തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കൈവശമുള്ള 25 സെന്റ് ഭൂമിയാണ് ഫൗണ്ടേഷന് 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകി തീരുമാനമെടുത്തത്. ഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്, ഉപപാട്ടത്തിനോ തറവാടകയ്ക്കോ നൽകാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് ഫൗണ്ടേഷൻ സർക്കാർ ഭൂമി കൈമാറിയിട്ടുള്ളത്. തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോഴാണ് എതിർചേരിയിലായിരുന്ന മുൻ ധനമന്ത്രി കൂടിയായ KM മാണിക്ക് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് സ്മാരകം നിർമ്മിക്കുന്നതിൻ്റെ 2020-21 ബജറ്റിൽ 5 കോടി രൂപ പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ തലസ്ഥാനത്ത് ഉചിതമായ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം നടന്നു വരികയായിരുന്നു. പാലാ നിയോജക മണ്ഡലം രൂപീകരിച്ചത് മുതൽ തുടർച്ചയായി 13 തവണ വിജയിച്ച KM മാണി ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായി ചുമതല വഹിച്ചതിൻ്റെയും റെക്കോർഡ് സ്വന്തം പേരിലാക്കിയിട്ടുണ്ട്. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ 64ാമത് കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി K. രാജൻ സ്വാഗത പ്രസംഗം നടത്തി. രാവിലെ 9 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ് പതാക ഉയർത്തി. മന്ത്രി വി. ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി K. രാജൻ എന്നിവരടക്കം
ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കലാമേളയിൽ 239 ഇനങ്ങളിൽ 15,000 പ്രതിഭകൾ മാറ്റുരയ്ക്കും. 25 വേദികളിലായാണ് മത്സരം നടക്കുക. 25 ഹൈസ്കൂൾ വിഭാഗത്തിലെ 90 ഹയർ സെക്കൻഡറിയിൽ 105 സംസ്കൃത അറബി കലോത്സവങ്ങളിൽ 19 വീതം ഇനങ്ങൾ നടക്കും. 12,000-14,000 ഇടയിൽ കുട്ടികൾ പങ്കെടുക്കുമെന്നാണ് കണക്കുകൾ. കണ്ണൂർ പയ്യാവൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയായിരുന്ന +2 വിദ്യാർത്ഥിനി മരിച്ചു. അയോന മോൺസൺ ആണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു മരണം. കുട്ടിയുടെ അവയവങ്ങൾ ദാനം ചെയ്യും. കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അപകടം. പയ്യാവൂർ സീക്രട്ട് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു അയോന മോൺസൺ. 9 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ പ്രതിക്ക് 6 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി. വലപ്പാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. 2021 മെയ് മാസം 3-ന് അതിനു മുമ്പും ആൺകുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പുറക്കാപ്പള്ളി മണികണ്ഠൻ എന്നയാളെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും 15 സാക്ഷികളെയും 17 രേഖകളും പ്രതിഭാഗത്തു നിന്ന് 1 സാക്ഷികളെയും ഹാജരാക്കി തെളിവ് നൽകിയിരുന്നു. വലപ്പാട് സബ് ഇൻസ്പെക്ടറായിരുന്ന കെ സലിമാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കശുവണ്ടി ഇറക്കുമതിയിലെ കള്ളപ്പണക്കേസിൽ കൊല്ലത്തെ വ്യവസായി അനീഷ് ബാബുവിനെ ED അറസ്റ്റ് ചെയ്തു. എറണാകുളത്തെ ഹോട്ടലിൽ വെച്ച് ഇന്നലെ ഉച്ചയോടെ കൊച്ചി യൂണിറ്റിലെ ED സംഘം കസ്റ്റഡിയെടുത്ത് വിശദമായ ചോദ്യത്തിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയായിരുന്നു. ടാൻസാനിയിൽ നിന്ന് കശുവണ്ടി ഇറക്കുമതിയിൽ 25 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നാണ് കണ്ടെത്തൽ. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് 10 തവണ ED സമൻസ് അയച്ചിട്ടും അനീഷ് ബാബു ഹാജരായിരുന്നില്ല. ഇതിനെതിരെ ED എറണാകുളം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത്. കേസ് തീർപ്പാക്കാൻ ED ഉദ്യോഗസ്ഥർ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന് കാട്ടി നേരത്തെ അനീഷ് ബാബു നൽകിയ പരാതിയിൽ ഒരു ഏജന്റിനെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഭവത്തിൽ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. പാലക്കാട് വാടനാംകുറിശ്ശിയിൽ 57-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാറക്കുന്നത് രാധാകൃഷ്ണനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ള അടുക്കള ഭാഗത്തോട് ചേർന്ന് കമിഴ്ന്ന് കിടന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ താമസം. പുറത്ത് കാണാത്തിനെ തുടർന്ന് സമീപവാസം നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് പോലീസ് പറയുന്നു. ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകുമെന്ന് പോലീസ് പറഞ്ഞു. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് പരാതി. DK മുരളി MLA ആണ് പരാതി നൽകിയത്. നിരന്തരം ക്രിമിനൽ കേസിൽ പ്രതിയായതിനാൽ സഭാ ചട്ടപ്രകാരം അയോഗ്യനാക്കണമെന്നാണ് പരാതി. പരിശോധിച്ച ശേഷം പരാതി നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി വിടണോ എന്ന് സ്പീക്കർ തീരുമാനിക്കുക. നിയമോപദേശം നോക്കിയാകും തുടർ നടപടി. സങ്കീർണമായ നടപടിക്രമങ്ങളാലും 20-ന് തുടങ്ങുന്ന ഈ സർക്കാരിൻ്റെ അവസാന സമ്മേളനത്തിൽ അധിക ദിവസങ്ങൾ ഇല്ലാത്തതിനാൽ അയോഗ്യതയിൽ തീരുമാനമുണ്ടാകുമെന്ന് വ്യക്തമല്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സ്വകാര്യ പദ്ധതികൾ ലഭിച്ചിട്ടുണ്ടെന്നും MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെങ്കിൽ നിയമസഭാ അംഗം പരാതി നൽകണമെന്നും സ്പീക്കർ AN ഷംസീർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ചിറ്റൂരിൽ BJP സ്ഥാനാർത്ഥി ബന്ധുവിനെ കുത്തിക്കൊന്നു. പുൽപ്പള്ളി 6-ാം വാർഡ് BJP സ്ഥാനാർത്ഥിയായിരുന്ന പ്രമോദ് കുമാറിനെയാണ് ബന്ധുവിനെ കൊലപ്പെടുത്തിയത്. പുൽപ്പള്ളി സ്വദേശി ശരത് ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5:30 പുൽപ്പള്ളി KVM സ്കൂളിന് മുന്നിൽ വെച്ചാണ് സംഭവത്തിൽ പ്രമോദിനെ പോലീസ് കസ്റ്റഡിയെടുത്തു. പോലീസിന്റെ പിടിയിലായ പ്രമോദിന്റെ ഭാര്യയുടെ സഹോദരി ഭർത്താവാണ് കൊല്ലപ്പെട്ട പ്രമോദ്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സ്കൂളിന് മുന്നിലെ റോഡിൽ വെച്ച് കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് പ്രതി ശരത്തിന്റെ കഴുത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഉടൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 7 മിനിറ്റ് മരണം സ്ഥിരീകരിക്കുന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യ ദിനത്തിൽ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ കോഴിക്കോടും കണ്ണൂരും 1-ാം സ്ഥാനത്ത് 130 പോയിന്റോട് കൂടിയാണ് ഇരു ജില്ലകളും ഒപ്പത്തിനൊപ്പം എത്തിയത്. 126 പോയിന്റുമായി തൃശ്ശൂരാണ് 2-ാം സ്ഥാനത്ത്. 122 പോയിന്റ് ആയി ആലപ്പുഴ പാലക്കാടും 3-ാം സ്ഥാനവും നേടി. 121 പോയിന്റുമായി തിരുവനന്തപുരം 4-ാമതും 120 പോയിന്റ് നേടി കൊല്ലം 5-ാമതും എത്തി. കോട്ടയം 119, കാസർഗോഡ് 117, എറണാകുളം 116, മലപ്പുറം 112, വയനാട് 107, പത്തനംതിട്ട ഇടുക്കി 101 എങ്ങനെയാണ് നിലവിലെ പോയിന്റ് നിലകൾ. മറ്റ് ജില്ലകളിൽ പോരുമുറുക്കിയോടെ തൃശ്ശൂർ കലോത്സവം അടിമുടി ആവേശം നിറഞ്ഞതാവുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.